കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ മനോഹരമായ ദിവസം നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുവാനും നിങ്ങളുമായിട്ട് അല്പം സമ്പാദിക്കുവാനും സംസാരിക്കുവാനും ആശയങ്ങൾ പങ്കിടുവാനും സ്വർഗത്തിലെ ദൈവം വഴിവാതിലുകൾ തുറന്നു തന്നെ ദൈവത്തിൻ്റെ സ്തുതി സ്തോത്രയാങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. വേദപുസ്തകമൊന്ന്, പിതാവായ ദൈവമൊന്ന്, പുത്രനായ ദൈവമൊന്ന്, പരിശുദ്ധാത്മാവൊന്ന്. ഏകത്വത്തിൽ ത്രിത്വം, ത്രിത്വത്തിൽ ഏകത്വമായ സർവശക്തനായ ദൈവത്തിന് സ്തുതി സ്തോത്രയാങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരും. ഞാൻ പറയുന്ന കുറ്റമാണെന്ന് ആരും ചിന്തിക്കരുത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. എൻ്റെ മനസ്സിൽ കൂടി കടന്നു വന്ന ഒരു വലിയ കാര്യം ഈ സമയത്ത് ഞാൻ പങ്കുവയ്ക്കുന്നു എന്നേ ഉള്ളൂ. ഇന്ന് ലോകത്തിൽ ക്രിസ്തീയ സമൂഹങ്ങൾ മുളച്ച് വന്നുകൊണ്ടേയിരിക്കുന്നു. ഏതാണ്ട് 10,000-ഓളം സഭാവിഭാഗങ്ങളുണ്ട് എന്നുള്ളത്, അതോ അതിൽ കൂടുതലുണ്ടോ എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. എൻ്റെ ഒരു അറിവ് വെച്ച് ഏതാണ്ട് 10,000-ഓളം സഭാവിഭാഗങ്ങൾ ഇന്ന് കാണുന്നുണ്ട്. വേദപുസ്തകവും പിടിച്ചുകൊണ്ട്, തിരുവചനവും പിടിച്ചുകൊണ്ട് മൈലുകൾ താണ്ടിയാണ് മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് പോകുന്നത്. വീട്ടിലെ ഭവനങ്ങളിൽ അവന് ഏത് രീതിയിലുള്ള ജീവിതമാണ് നയിക്കുന്നത് നമുക്കറിഞ്ഞുകൂടാ. ദേവാലയത്തിൽ കടന്നു ചെല്ലുമ്പോൾ സ്തോത്രമുണ്ട്, പാട്ടുണ്ട്, ആത്മീയമുണ്ട്, അന്യഭാഷയുണ്ട്, മറുഭാഷയുണ്ട്, കുമ്പസാരമുണ്ട്, പുരോഹിതന്മാരുണ്ട്, മഹാപുരോഹിതന്മാരുണ്ട്, പാസ്റ്റർമാരുണ്ട്, വലിയ പാസ്റ്റർമാരുണ്ട്, ഭക്തജനങ്ങളുണ്ട്. പക്ഷേ സ്നേഹം, സാഹോദര്യങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇവൻ പാപം ചെയ്ത ഈ മനുഷ്യൻ വേദപുസ്തകവും പിടിച്ചുകൊണ്ട് റോഡിൽ പോകുമ്പോൾ അടുത്തു വരുന്ന ഒരു വിഭാഗക്കാരൻ ഇതേ ദൈവത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഇതേ വചനവുമായി പോകുന്ന ആളിനെ കാണുമ്പോൾ തിരിഞ്ഞു നോക്കാതെ തല തിരിച്ച്, മുഖം തിരിച്ച് പോകുന്ന ഒരവസ്ഥാവിശേഷം ഇതെങ്ങനെ കാണുവാനോ എങ്ങനെ അനുഭവിക്കുവാനോ നമുക്ക് സാധിക്കും എന്നുള്ളത് ക്രിസ്തീയ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഓരോ മനുഷ്യനും, ഓരോ വ്യക്തിയും, വിശ്വാസിയും മനസ്സിലാക്കേണ്ട സത്യമാണ്. ഞാനിതാരെയും കുറ്റം പറയുകയല്ല, ആരും കുറ്റം പറയുന്നതായിട്ട് ചിന്തിക്കുകയും വേണ്ട. ഇന്ന് കാണുന്ന, ലോകത്തിൽ കാണുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ ഒന്ന് സമർപ്പിക്കുന്നു എന്നേ ഉള്ളൂ. വീട്ടിലെ ഭയങ്കരമായ വഴക്ക്, വയ്യാവേലി, ചീത്തവിളി അല്ലെങ്കിൽ നടത്തിക്കൊണ്ട് അപ്പനെയും അമ്മയും നോക്കാതെ, കുടുംബത്തെ നോക്കാതെ പ്രശ്നങ്ങളുണ്ടാക്കി വേദപുസ്തകം എടുത്തുകൊണ്ട് രാവിലെ വെള്ള വസ്ത്രവും ധരിച്ചുകൊണ്ട് ദേവാലയത്തിലേക്ക് കടന്നു പോകുന്ന മനുഷ്യൻ, അല്ലെ സ്ത്രീ, അല്ലെ പുരുഷൻ, ദേവാലയത്തിൽ വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥനാ സ്ഥലത്ത് വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് മറുഭാഷ കയറുക, കൈയടിക്കുക, തലയിട്ട് വെട്ടിക്കുക, സ്വോത്രം പറയുക, ഇത് ദേവാത്മാവാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഒരു സഭാവിഭാഗത്തിൽപ്പെട്ട ആൾ അല്ലെങ്കിൽ ക്രിസ്തീയ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾ വേറൊരു ക്രിസ്തീയ വിശ്വാസത്തിൽ വിശ്വസിക്കുന്ന ആളുമായിട്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ചിന്തിക്കുമ്പോൾ അവരതിനെ അംഗീകരിക്കുന്നില്ല. പിന്നെയോ അവരുടെ മതവിശ്വാസം അനുസരിച്ച് ആ ആൾ അതിൽ ചേർന്ന് അവരുടെ മതവിശ്വാസങ്ങൾ ഏറ്റുപറഞ്ഞ് അവരുമായിട്ടുള്ള ബന്ധത്തിൽ കഴിഞ്ഞെങ്കിൽ മാത്രമേ അവരത് അംഗീകരിക്കുകയുള്ളൂ എന്നുള്ളത് ഏത് പ്രമാണം അനുസരിച്ചാണ് ചെയ്യുന്നതെന്ന് നാം മനസ്സിലാക്കണം. ദൈവമെന്നാണ്, തിരുവചനമെന്നാണ്. യേശുക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ ഈ സഭാവിഭാഗങ്ങളൊന്നും ഉണ്ടാക്കിയിരുന്നില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. മനുഷ്യനുണ്ടാക്കിയ സഭാവിഭാഗങ്ങളിൽ അവൻ വേറൊരു സഭയെ അല്ലെങ്കിൽ വേറൊരു കൂട്ടത്തെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായ സത്യമാണ്. ഇവിടെയാണ് സ്നേഹം നഷ്ടപ്പെടുന്നത്. ദൈവത്തിൻ്റെ കൽപ്പനയായ സ്നേഹം എല്ലാവരും പ്രസംഗിക്കുന്നു, സ്നേഹം വേണം, സ്നേഹം വേണം, സ്നേഹം വേണം. അവിടെ സ്നേഹം നഷ്ടപ്പെടുകയാണ്. സ്നേഹത്തിന് അതിരുകൾ വെക്കുകയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം.
സ്നേഹത്തിൻ്റെ അതിരില്ല. പിന്നെ മനുഷ്യൻ തന്നെ അതാത് സഭാവിഭാഗങ്ങൾ തന്നെ അതിരുകൾ വയ്ക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള മഹാപുരോഹിതന്മാരെ, പുരോഹിത വർഗമേ, വലിയ പാസ്റ്റർമാരെ, പണ്ഡിതന്മാരായ വിശ്വാസികളെ, ഞാൻ ഈ സമയത്ത് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യം ശരിയല്ല എന്നുള്ളത് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ തീർത്ത് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. സ്വർഗരാജ്യത്തിൽ നിങ്ങൾക്ക് ഒരുത്തനും ചെന്ന് കടക്കാൻ പറ്റുകയില്ല എന്ന് ഞാൻ തീർത്ത് തറപ്പിച്ചുറപ്പിച്ച് പറയുന്നു. സത്യേക ദൈവത്തെ ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കേണ്ടവർ തിരിഞ്ഞു നിന്നുകൊണ്ട് സമരം നടത്തുന്നു, കോലാഹലങ്ങൾ നടത്തുന്നു, കൈ ഉയർത്തി പ്രസംഗിക്കുന്നു, സ്തോത്രം പറയുന്നു, മറുഭാഷ ഉടനെ പറയുന്നു, അതാത് വികാരങ്ങളിൽ അവന് അടിമപ്പെടുന്നു. അവരുടെ കൂട്ടം വേറൊരു കൂട്ടവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പെന്തിക്കോസുകാരെ കുറ്റം പറയില്ല. പെന്തിക്കോസിൽ വിഭാഗം തന്നെ എത്രയോ ഉണ്ട്. ഒരു പെന്തിക്കോസ് വിഭാഗത്തിൽ പെടുന്ന ആളിന് മറ്റൊരു പെന്തിക്കോസ് വിഭാഗത്തിലെ ആളുമായിട്ട് സഹകരിച്ചു പോകാൻ പ്രയാസമാണ്. കാരണം അവിടെ സ്നേഹമില്ല, ദൈവവിശ്വാസമില്ല. അതുപോലെ തന്നെയാണ് ഈ ലോകത്തിലുള്ള എല്ലാ സഭാവിഭാഗങ്ങളും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ഈ സഭാവിഭാഗങ്ങളെയെല്ലാം പിരിച്ചുവിട്ട് ഏകോദര സഹോദരങ്ങളായി ദൈവനാമത്തിന് വേണ്ടി ഈ അന്ത്യകാലത്ത് ജീവിച്ചില്ല എങ്കിൽ നിങ്ങൾ ഒരുത്തൻ പോലും സ്വർഗരാജ്യത്തിൽ പോകത്തില്ല എന്ന് ഞാൻ ദൈവനാമത്തിൽ ഉറപ്പിച്ച് പറയുന്നു. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ മാർഗമുണ്ട്. ഇപ്പോഴാണ് സുപ്രസാദകാലം, ഇപ്പോഴാണ് രക്ഷാദിവസം. നിങ്ങൾ തിരിഞ്ഞു വന്ന് മനസ്സാന്തരപ്പെട്ട ദൈവം നിങ്ങൾ തിരിഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്കൊരുത്തനും കടക്കാൻ പറ്റത്തില്ല എന്ന് ബേബി മല്ലശ്ശേരി എന്ന് ഞാൻ ഉറപ്പിച്ച് ദൈവനാമത്തിൽ പറയുന്നു. എൻ്റെ പേര് ബേബി മല്ലശ്ശേരി. താങ്ക് യു വെരി മച്ച്.